നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. 4 മിനിറ്റ് കൂടി കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ്, മൊത്തം 5 മിനിറ്റ് നോക്കാം കേട്ടോ. മാഡം, എന്താണ് ബിനോയ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മാറിയോ പുസ്തകങ്ങളൊക്കെ? മാറി മാഡം. ഓക്കെ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കെന്നാ തുടങ്ങാനായിട്ട് കുറച്ചു നേരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നാകെ 10-13 പേരാണല്ലോ. നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, let us start our class. ഓക്കെ, തുടങ്ങട്ടെ എന്നാലാ? Okay, miss. അപ്പൊ നേരത്തെ പറയുന്നത് പോലെ തന്നെയാണ് വീണ്ടും ഞാൻ കാര്യങ്ങൾ പറയുന്നത്. എന്താ പറഞ്ഞത്? എല്ലാവരും ഡിസിപ്ലിൻ പാലിക്കുക. എല്ലാവരും all should keep your discipline. അപ്പോ ആ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഏത് സമയത്തൊക്കെ മ്യൂട്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. എപ്പോഴാണോ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ അൺമ്യൂട്ട് ചെയ്യുക. അവര് മാത്രം ചോദിക്കുമ്പോ ഓരോരുത്തരുടെ പേര് വിളിച്ചാണല്ലോ ചോദിക്കാറ്. അപ്പൊ അവരെന്ത് ചെയ്യുക? അൺമ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരെയും അപ്പോ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. എന്നെ കൊണ്ട് ഓൾ മ്യൂട്ട് എന്നൊരു ഇതിലേക്ക് വരുത്തരുത്. കാരണം ഇംഗ്ലീഷിൽ ഓൾ മ്യൂട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഞാൻ ആ ഒരു ഇതിലേക്ക് പോകാത്തത്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഓക്കെ അല്ലേ? എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ എങ്കിൽ അവര് മാത്രം എന്ത് ചെയ്യാം? മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. അല്ല എങ്കിൽ എന്തെങ്കിലും ഇത് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് മെസ്സേജസിലൂടെ പറയുക. നിങ്ങളുടെ മെസ്സേജസിലൂടെ നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ട് സാധിക്കും. ത്രൂ ഇമോജീസ് ആൻഡ് യുവർ മെസ്സേജസ് കേട്ടോ. ഓക്കെ, ആൻഡ്
വെർബ്. വെർബിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സില് എടുത്തതല്ലേ തസ്നീം? തസ്നീം ഉണ്ടായില്ലേ കഴിഞ്ഞ ക്ലാസ്സിലാ? ലാസ്റ്റ് ഒന്ന് കണക്ട് വിട്ടുപോയി മാം. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. റേഞ്ച് പ്രശ്നം വന്നിരുന്നു അല്ലെ? ആ ബിനോയ്? ഉണ്ട് മാഡം. ആ എവിടെ വരെ വെർബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നമ്മൾ നാമം, നാമമാണ് ഏ ഒരു പേര്. നാമം ആ വെർബെന്ന് വെച്ചാൽ നാമമാണ് നമ്മൾ പഠിച്ചത്. വെർബ് നാമമാണോ? ആണോ ബിനോയ്? അതെ മാഡം. വെർബ് അല്ല ബിനോയ്, ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന, ഓക്കെ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻസ്, പ്രവൃത്തി അല്ലേ? ആ പ്രവൃത്തിയാണ് നമ്മള് എന്ത് പറയുന്നത്? ക്രിയ എന്ന് പറയുന്നത്. ക്രിയ വെർബ് പ്ലസ് ഒരു ക്രിയയാണ്. സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഫോമാണ്. എന്താണ് ബിനോയ്? സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ing ഫോം. അതാണോ അടുത്തത്? അല്ല, ഇത് ഞാൻ ഓർമ്മ വെച്ച് പറയണത് മാഡം. വെർബ് ഇവിടെ ക്ലാസ് പഠിപ്പിച്ചു. ആ അതല്ല ബിനോയ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കും കേട്ടോ. അപ്പൊ പതിയെ പതിയെ മനസ്സിലായിക്കോളും കേട്ടോ. വെർബ് എന്ന് വെച്ചാൽ ക്രിയയാണ് അല്ലെ? അതായത് ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ. ഇപ്പൊ സ്റ്റഡി, റൺ, ജമ്പ്, കോൾ, റീഡ്, റൈറ്റ്, ഇതൊക്കെ എന്താണ്? ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? എന്ത് ചെയ്യുന്നു നിങ്ങളിപ്പോ? സ്റ്റഡി അല്ലെ? പഠിക്കുന്നു അല്ലെ? പഠിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എന്ത് ക്രിയയാണ്. അതാണ് ആ സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ആ ക്രിയ, ആക്ഷൻ ആണ്. അതായത് ഏത് സബ്ജക്ട്, ഇപ്പൊ ഞാൻ പഠിക്കുന്നു അല്ലെ? അപ്പോ ഐ സ്റ്റഡി അല്ലെ? ഞാൻ പഠിക്കുന്നു. അപ്പോ ഞാൻ ചെയ്യുന്ന ക്രിയ എന്താണ്? പഠിക്കുക എന്നുള്ളൊരു ക്രിയയാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോ that is called as an action. Verb is also called as action അല്ലെ? ആക്ഷൻ മാത്രമല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഒരു സബ്ജക്റ്റിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആണെന്ന് പറയുമ്പോൾ എന്റെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്താണ്? ഞാൻ ടീച്ചറാണ് അല്ലെ? അല്ലെങ്കിൽ ഷീ ഈസ് എ സ്റ്റുഡന്റ്. ഷീ ഈസ് എ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അവൾ എന്താണ്? ഒരു വിദ്യാർത്ഥിയാണ്. അവൾ എന്തായിരിക്കുന്നു ആ അവസ്ഥയാണ് അവിടെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്. ഇനി ആ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇപ്പോ ട്രാൻസിറ്റീവ് വെർബ് എന്നും ഇൻട്രാൻസിറ്റീവ് വെർബ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. ട്രാൻസിറ്റീവ് വെർബില് എന്തുണ്ടാവില്ല? എന്തുണ്ടാവും? എന്തുകൂടി ഉണ്ടെങ്കിലാണ് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും അല്ലെ? ഒരു ഒബ്ജക്റ്റ് കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് അതില് എന്താണ്? ഐ ക്യാച്ച് എ ബോൾ അല്ലെ? ഐ ക്യാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പിടിച്ചു. ഈ എ ബോൾ ഇല്ല എങ്കിൽ എന്ത് പിടിച്ചു എന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് അവിടെ കിട്ടൂല അല്ലെ? അങ്ങനെ ആൻസർ കിട്ടിയില്ല എങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബ് അല്ല. അതിന്റെ കൂടെ എന്തും കൂടി വരുമ്പോഴാണ്? ഒബ്ജക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടി വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? എന്താണ് എന്നുള്ള ഒരു ആൻസർ കിട്ടുന്നത് അല്ലെ? ഐ ക്യാച്ച് എ ബോൾ അല്ലെ? ഞാൻ ബോൾ പിടിച്ചു. അവൻ എന്താ പിടിച്ചത് അല്ലെ? അവൻ എന്താണ് ക്യാച്ച് ചെയ്തത്? ഹി ക്യാച്ച് എ ബോൾ അല്ലെ? അല്ലെങ്കിൽ അവൻ ഒരു ബോളാണ് പിടിച്ചത് എന്ന് പറയുമ്പോൾ ആ ആൻസർ നമുക്ക് കിട്ടിയെങ്കിൽ അത് ട്രാൻസിറ്റീവ് ആണ്. ഒബ്ജക്റ്റ് ഇല്ല എങ്കിലും ആ സെന്റൻസ് ഇൻട്രാൻസിറ്റീവ് ആണ്. മനസ്സിലായോ? അവിടെ എന്ത് വരികയുള്ളൂ? ഇൻട്രാൻസിറ്റീവിൽ എന്താ വരുന്നത്? ആഡ്വർബ് ഉണ്ടായിരിക്കും. ഒരു ആഡ്വർബ്
ഉണ്ടായിരിക്കും അല്ലെ? ആഡ്വർബ് ഉണ്ടായിരിക്കും. പിന്നെന്താണ്ടത്? വെർബ് പ്ലസ് ആഡ്വർബ് ആയിരിക്കും അവിടെ വരുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം നന്നായിട്ട് വിവരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓക്സിലറി വെർബിലെ പ്രധാന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓക്സിലറി വെർബിൽ വരുന്നത് പ്രൈമറി ആൻഡ് മൊഡാൽസ് ആണ് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ആ പ്രൈമറിയിൽ വരുന്ന ആളുകളാണ് ബി അല്ലെ? ബി എന്ന ഫോം പ്രൈമറിയിലാണ് വരുന്നത്. അങ്ങനെയുള്ള പല പല ഫോംസുകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ഓക്സിലറി വെർബിൽ വരുന്ന പല ഫോംസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതില് ഒരു സെന്റൻസില് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്തും സിംഗുലർ ആയിരിക്കും, വെർബും സിംഗുലർ ആയിരിക്കും. അപ്പോ എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? സബ്ജക്റ്റ് എന്താണ് എന്ന് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്തും സിംഗുലർ ആയിരിക്കണം, വെർബ് ഫോമും സിംഗുലർ ആയിരിക്കണം. അത് മസ്റ്റ് ആണ്. അതായത് വെർബ് ഫോം സിംഗുലർ ആയി എങ്ങനെയാക്കും? വെർബിനെ സിംഗുലർ ആക്കണമെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഓർ ഇഎസ് ചേർക്കണമെന്നുള്ള പൊതുവായൊരു നിയമം നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളതാണ്. എസ് ഓർ ഇഎസ്. അതില് ഒരു വേർഡ് വൈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ IES എന്നായിരിക്കും ഇഎസ് വരും. ഓയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇഎസ് തന്നെയായിരിക്കും അവിടെ എന്താണ് സിംഗുലർ ഫോമിലേക്ക് ആക്കുമ്പോൾ വരിക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വരുള്ളൂ. അതിന്റെ കൂടെ എസ് ചേർത്താൽ മതി. അപ്പൊ നമുക്ക് സിംഗുലർ ഫോം കിട്ടിക്കഴിഞ്ഞു. വെർബിന്റെ സിംഗുലർ ഫോം നമുക്ക് കിട്ടും. ഉദാഹരണം, ദ ബേർഡ് സിംഗ് എന്ന് പറയുന്നു അല്ലെ? ഈ സിംഗ് ആണ്. ദ ബേർഡ് എന്ന് പറയുന്നത് എന്താണ് നിഷിത? ഇത് പ്ലൂറൽ ഫോം ആണോ സിംഗുലർ ഫോം ആണോ അഞ്ജിത? സിംഗുലർ. ഓക്കെ പറഞ്ഞു, സിംഗുലർ ഫോം ആണ് അല്ലെ? അപ്പോ സിംഗുലർ ആയിരിക്കുമ്പോൾ എന്ത് ചേർക്കണം? ഇവിടുത്തെ ഫോം എന്താണ്? വെർബ് എന്താണ് നിഷിത? നിഷിത തന്നെ പറഞ്ഞോളൂ. വെർബ് എസ്ഒ ഇഎസ്ഒ ഇഎസ്ഒ ചേർക്കണം. വെർബ് ഏതാ ഇവിടെ? വേർഡ് എന്താ ചെയ്യുന്നത്? വെർബ് എസ്ഒ ഇഎസ് ആവും. അപ്പൊ ആയിക്കോട്ടെ. ഇവിടെ വെർബ് എന്താണ്? വേർഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അത് വെർബ് അറിയില്ല. ആ സെന്റൻസ് വായിക്കുമോളെ. ദ ബേർഡ് സിംഗ് അല്ലെ? സിംഗിന്റെ കൂടെ നമുക്ക് മാറ്റണം അല്ലെ? അപ്പൊ ആ പക്ഷി എന്താ ചെയ്യുന്നത്? പാടുന്നു എന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ആ ബേർഡ് ചെയ്യുന്ന പ്രവൃത്തി എന്താണ് നിഷിത? പാടുന്നു. ഏതാണത് ഇവിടെ വരുന്നത്? അല്ലെ? സിംഗ് എന്നതാണ് വരുന്നത്. അപ്പോ ഈ സിംഗ് വരുന്നത് കൊണ്ട് ബേർഡ് സിംഗുലർ ആയതുകൊണ്ട് വെർബായ സിംഗിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? ഇഎസ് ചേർക്കണം അല്ലെ? ഇഎസ് ചേർക്കേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലെ? എങ്ങനെയുള്ള സെന്റൻസിലാണ് ഇഎസ് കൂടുതൽ വരാൻ സാധ്യത? ലാസ്റ്റ് അല്ലെ? ഒരു വാക്കിന്റെ അവസാനം വയ്യോ അല്ലെങ്കിൽ ഓയോ വരികയാണെങ്കിൽ അത് മിക്കവാറും എന്തായി തീരാൻ സാധ്യതയുണ്ട്? ഇഎസ് ആയി തീരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇവിടെ എന്ത് ചേർക്കണം? എസ് ചേർക്കണോ ഇഎസ് ചേർക്കണോ? വേറെ ആരെങ്കിലും അവിടെയാണോ? എസ് അല്ലെ? എസ് ചേർക്കാം കേട്ടോ. ബിനായ് ഇഎസ് അല്ല കേട്ടോ, ഞാൻ പറഞ്ഞു. ചേർക്കാൻ പാടില്ല കേട്ടോ. വൈയും ഓയൊക്കെ ആണെങ്കിൽ വരികയാണെങ്കിലാണ് ഇഎസ് വരികയുള്ളൂ. നേരെ എന്താ
ഓക്കെ. അപ്പോ എസ് ഓർ ഇ എസ് ചേർക്കണമെന്നുള്ളത് നിയമമാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ആളൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. മിനി ഡാഷ് ഇംഗ്ലീഷ്. നമുക്കിവിടെ വെർബായിട്ട് വരുന്നത് സ്റ്റഡിയാണ്. സ്റ്റഡിയാണ്. നിത്യ യെസ് മാം. ആ ഇവിടെ ഞാനെന്താ ചെയ്തത്? സ്റ്റഡിയാണ് വന്നിരിക്കുന്നത് അല്ലെ. വെർബായിട്ട് ഞാൻ തന്ന എന്താണ്? സ്റ്റഡി എന്നാണ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? എങ്ങനെയാണ് ഇതിനെ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ മിനി എന്ന് പറയുന്നത് പ്ലൂരൽ ആണോ സിംഗുലർ ആണോ നിത്യ? മിനി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ വെർബ് എന്തായിട്ട് മാറണം? സിംഗുലർ ആയിട്ട് തന്നെ മാറണം. സിംഗുലർ ആയിട്ട് തന്നെ മാറണം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? സ്റ്റഡി എന്നുള്ള വെർബിന് എന്താക്കി സിംഗുലർ ഫോം ആക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? വൈ ആയതുകൊണ്ട് IES. IES അതെ അല്ലേ. അപ്പൊ എന്ത് വരും? STUDIES. ഓക്കെ. സ്റ്റഡീസ്. മിനി സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഓക്കെ ഇല്ലേ? ഓക്കെ. അവൾ കാറിനാണ് സ്കൂളിൽ പോകുന്നത്. അവൾ കാറിനാണ് സ്കൂളിൽ പോകുന്നത്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അവൾ കാറിനാണ് ഇംഗ്ലീഷിൽ പോകുന്നത് അല്ലെ. ജോബിയെ ഒന്ന് പറഞ്ഞു നോക്കി. ജോബി മോളെ, അവൾ എന്നുള്ളതിന് എന്ത് പറയാൻ ജോബി? ഷീ. പിന്നെ നമ്മള് വെർബാണ് പോകേണ്ടത് അല്ലെ. ഇവിടെ വെർബ് ഏതാണ്? ഇവിടെ എന്താണ് വെർബ് ജോബി? കാറ് വെർബാണോ മോളെ? ഞാൻ ഇത്രയും ദിവസം പഠിക്കുന്ന S+V+O ഒക്കെ മറന്നുപോയാ. എന്താണ് ഇവിടെ അവള് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? സ്കൂളിൽ പോകുന്നത്. അവൾ പോകുക എന്നുള്ളതാണ് ഇവിടെ വെർബ് അല്ലേ ചിഞ്ചു? അവൾ പോകുക എന്നുള്ള ചിഞ്ചു ജോബി മോളോടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജോബി മോള് മാത്രം അൺമ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. വേറെ ആരും ചെയ്യരുത്. കേട്ടോ? ഷീ. അവൾ എന്താ ചെയ്യുന്നത് ജോബി? പോകുക എന്നുള്ളതല്ലേ ജോബ് ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുക അല്ലേ? അല്ലേ? ഗോയിങ് ടു സ്കൂൾ. ഗോയിങ് പറയണ്ട മോളെ. അപ്പൊ ഷീ. അപ്പൊ എന്താണ് പോകുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ് ജോബി? ഗോയിങ് ആണ് മോളെ. അതിന്റെ വെർബ് മാത്രം പറഞ്ഞാൽ മതി. ING ഫോം ചേർക്കാതെ, ജറണ്ട് ഫോം ചേർക്കാതെ പറയൂ. പോവുക എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? സാധാ നമ്മള് പോവുക എന്ന് എങ്ങനെ പറയാ? ഷീ ഗോ അല്ലെ. ഷീ എന്ന് പറയുന്നത് ഒരാളെ ഉള്ളൂ. അതുകൊണ്ട് വെർബിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? എന്റെ ജോബി മോളെ? ചേർക്കണം അല്ലെ. അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എവിടെ നോക്കണം? ആ വേർഡിൽ ലാസ്റ്റ് ആരാ കിടക്കുന്നത്? ഷീ ഗോസ് ടു. എങ്ങോട്ടാ പോകുന്നത്? ഷീ ഗോസ് സ്കൂളിലേക്ക്. എങ്ങനെ പറയും? He goes to school by car. She goes to school by car അല്ലെ. അവൾ കാറിലാണ് സ്കൂളിൽ പോകുന്നത്. ഓക്കെ. ശാരിക. ഞാൻ ബസ്സിലാണ് ഓഫീസിൽ പോകുന്നത്. ഒന്ന് പറഞ്ഞേ. I
goes to office by bus. goes to എന്ന് പറയോ? ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണോ? ഐ എന്ന് പറയുന്നത് എന്തായിട്ട് നമ്മൾ കരുതണമെന്ന് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലേ? ഐക്ക് ഇത്തിരി പൊസസീവ് എന്താണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഐ എന്തായി വരില്ല, Singular. സിംഗുലർ ഫോം ആവില്ല. അപ്പോ ഐയുടെ കൂടെ എന്ത് ചേർത്താ മതി? വെർബ് മാത്രം ചേർക്കാം. ഞാൻ പോകുക എന്ന് എന്ത് പറയണം? I go ഐ ഗോ to എങ്ങോട്ട്? office. ഗോ To ടു office ഓഫീസ് by bus. ഗോ ടു ഓഫീസ് ബൈ ബസ്. ഞാൻ എന്താണ് ബോട്ടിൽ പോകുന്നത് ബസ്സിലാണ് അല്ലെ? ഇനി വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് ആർക്കെങ്കിലും സിൻഡോന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ വരുന്നുണ്ടോ? ഇതേ വേർഡ് വെച്ചിട്ട് എന്തെങ്കിലും എക്സാമ്പിൾ വരുന്നുണ്ടോ? ഐ വെച്ചിട്ടാണോ മാഡം? ഐ വെച്ചിട്ടോ യു വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റോ എന്ന് ഞാൻ ചോദിച്ചത് സിൻഡോനോട്. ചെയ്യാം മാഡം. ചെയ്യും. ഒരു മിനിറ്റ് ആലോചിക്കോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രെയിനാണ് പോകുന്നത്. ഐ ഗോ ടു ട്രിവാൻഡ്രം ബൈ ട്രെയിൻ. ഭയങ്കര അല്ലെ, നല്ല ഈസി ആയിട്ട് പറഞ്ഞു അല്ലെ? വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു. ഇനി അടുത്ത ആരെങ്കിലും എന്തെങ്കിലും ഒരു ആശയം തോന്നുന്നുണ്ടോ? മേഘയുടെ മനസ്സിൽ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. ഒരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ള ടീച്ചറെ എന്നാണ് അല്ലേ? എന്താണ് എക്സാമ്പിള് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഞാനൊരു എക്സാമ്പിൾ ഒന്ന് ആലോചിക്കട്ടെ. എനിക്കും കിട്ടണില്ല നിങ്ങളെ പോലെ തന്നെ എക്സാമ്പിള്. അതന്നെ, ഹി പ്ലേസ് ഫുട്ബോൾ. കറക്റ്റ് ആണ് സൂസമ്മേ. ഹി പ്ലേസ് ഫുട്ബോൾ. വേണ്ട, അവൻ കളിക്കുന്നു, ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. അവൻ വിദേശത്തേക്ക് പ്ലെയിനാണ് പോകുന്നത്. അല്ലെങ്കിൽ അതന്നെ, വിദേശത്തേക്ക് പ്ലെയിന് പോകുന്നു. എങ്ങനെ പറയുന്നു? അങ്ങനെ പറയും. കറക്റ്റ് ആണ്. വിദേശത്തേക്ക് അല്ലേ? വിദേശം എന്ന് പറയുമ്പോ നമ്മൾ എന്ത് പറയണം? ഏത് വേണ്ട? എബ്രോഡ്. എബ്രോഡ്. Goes to abroad by flight. അങ്ങനെ പറയാം. അങ്ങനെ ശരിയാവും ടീച്ചറെ. ഓക്കെ വെരി കറക്റ്റ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോണം. അപ്പൊ അത് വെച്ചിട്ട് ഒരു സെന്റൻസ് ഒക്കെ മേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? മനസ്സിലുള്ള നമ്മുടെ ആശയത്തെ നമുക്ക് പറയാൻ സാധിക്കണം. ഇനി ഹാവ് എന്ന പ്രയോഗത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഹാവ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുണ്ട്. എന്റെ കയ്യിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു സാധനം ഉണ്ട് എന്ന് പറയൂലേ, അതാണ് സ്വന്തമായിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരർത്ഥം കൂടിയുണ്ട് ഹാവിന്. ഭക്ഷിക്കുക, കഴിക്കുക, കുടിക്കുക എന്നൊക്കെ അല്ലെ? കഴിക്കുക, കുടിക്കുക എന്നൊക്കെ മീനിങ് ആർക്കുണ്ട്? ഈ പറഞ്ഞ നമ്മുടെ ഹാവിന് ഉണ്ട്.
അല്ലേ? അപ്പൊ ഹാവ് എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനൊന്നും അല്ല. ഹാവ് എന്ന് പറയുന്നത് നമ്മുടെ പല സന്ദർഭങ്ങളിലും നമുക്ക് ഈ ആളെ ആവശ്യമുണ്ട്. പല കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ആര് ആവശ്യമുണ്ട്? നമുക്ക് ഈ ഹാവിനെ പലപ്പോഴായിട്ട് ആവശ്യം വരുന്ന ആളുകളാണ് നമ്മള്. അപ്പോ ഹാവ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടുണ്ട്, എന്റെ കയ്യിൽ ഒരു സംഭവം ഉണ്ട് സ്വന്തമായിട്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റിന് എന്തെങ്കിലും ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ജസ്റ്റിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്? ജസ്റ്റിൻ ജോർജ് കേൾക്കുന്നില്ലേ? സൂസമ്മ കറക്റ്റ് ആണ്. ടിസി ജോർജ് പറഞ്ഞോളൂ. ഒരു എന്താണ് എനിക്ക് സ്വന്തമായിട്ട് ഇന്ന സംഭവം ഉണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞേ. I have a pencil. I have a pencil. Very good. I have a pencil. Very correct അല്ലേ? എനിക്കൊരു പെൻസിൽ ഉണ്ട്. ഇനി ഞാൻ I have a huge amount of money. Huge amount of money. I have lot of books. I have no money. Okay. A lot of books. I have a mobile phone. Correct. നിങ്ങളുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ടാവും അല്ലേ? I have a mobile phone. Okay. Very correct. അല്ലേ? ഉപയോഗിക്കുക ഹാഡ് ഹാസ് ഒക്കെ. ഹാഡ് ഹാസ് ഒക്കെ പറയാം കേട്ടോ. ഞാൻ വരുന്നേ ഉള്ളൂ അങ്ങോട്ടേക്ക് കേട്ടോ. ആ വഴിക്കൊന്ന് പൊക്കോണ്ടിരിക്കണേ കേട്ടോ നിഷ. ഓക്കെ. ഐ ഹാവ് എ പെൻസിൽ. എനിക്കൊരു പെൻസിൽ ഉണ്ട് അല്ലെ? അപ്പോ ഈ ഹാവ് ചേർത്തത് ആര് വന്നപ്പോഴാണ് നമ്മൾ ഹാവ് ചേർത്തത്? ഐ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ വന്നപ്പോഴാണ് നമ്മൾ ഹാവ് ചേർത്തത്. അപ്പോ മിക്ക ഫസ്റ്റ് പേഴ്സൺ വന്നാലും നമ്മൾ ആരെ ചേർത്തോളണം എന്ന് പഠിക്കുക. ആരെ വേണം നമുക്ക്? ഈ ഹാവിനെ വേണം അല്ലെ? ഉണ്ട് എന്നുള്ള അർത്ഥം വരണമെങ്കിൽ ഹാവ് എന്ന പദം വേണം. ഇത് ഫസ്റ്റ് പേഴ്സണോടൊപ്പം തന്നെ ഹാവ് ആണ് ചേർക്കേണ്ടത്. ഇനിയിപ്പോ ഹാസ് എന്ന് അതിനും ഹാവിന്റെ തന്നെ സെയിം മീനിങ് ആണ് ഉണ്ട് എന്ന് പറയുമ്പോ. ഈ ഹാസിനെ ചേർക്കുന്നത് നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോ മാത്രം ചേർത്താൽ മതി. സിംഗുലർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ മിക്ക തേർഡ് പേഴ്സണിലെ ആളുകളെ സിംഗുലർ ഫോമുകളാണ് അല്ലെ? ഹി, ഷീ, ഇറ്റ് അല്ലെ? അങ്ങനെയുള്ള എന്താണ് സിംഗുലർ ആയിട്ട് പേരുകൾ വരാം ചിലപ്പോ അല്ലെ? നേരത്തെ പറഞ്ഞ മിനി എന്നൊരു പേര് വരാം അല്ലെ? അല്ലെങ്കിൽ ടീന എന്നുള്ള പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചേർത്താ മതി? ഹാസ് എന്നത് ചേർത്താ മതി. ഓക്കെ ആയോ? ഓക്കെ ആയെങ്കിൽ എല്ലാവരും തമ്മിടുക. ഇല്ല എങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാൻ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പറയാം. മനസ്സിലാകാത്തവർക്ക് വീണ്ടും ചോദിക്കാം. ജോബി മോൾക്ക് പറയണം. ഇനി വേറെ ആർക്കെങ്കിലും സംശയം? ഇല്ല, ജോബി മോൾക്ക് മാത്രമേ സംശയമുള്ളൂ അല്ലെ? അരിയഷാക്ക് പറയാം. അതായത് ഇപ്പോ ഷീ ഡാഷ് എ പെൻസിൽ എന്ന് വന്നിരിക്കുന്നു അല്ലെ? ഷീ ഹാസ് ഓർ ഹാവ് എന്നാണ് തന്നിരിക്കുന്നത്. ഷീ ഡാഷ് എ പെൻസിൽ. ഇവിടെ ഷീ ആരാണ് ജോബി മോളെ? ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കുറെ ആൾക്കാർ കൂടിയുണ്ടോ? ഷീയുടെ കൂടെ ഒരാളെ ഉള്ളൂ അല്ലെ? അപ്പോ എന്ത് ഫോമാണ് അപ്പോ ഷീ എന്ന് പറയുന്നത്? ഷീ എന്ന് പറയുന്നത് സിംഗുലർ ഫോം ആണ് അല്ലെ? സിംഗുലർ അല്ലെ? എന്താണ് ഒറ്റയ്ക്കുള്ള ഒരാളുണ്ടെങ്കിൽ അതിന് നമ്മള് സിംഗുലർ ഫോം ആണെന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഞാനിവിടെ ഹാവ് ചേർക്കേണ്ടത് എപ്പോഴും പ്ലൂറൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഹാവ് ചേർക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ആരെ ചേർക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സിംഗുലർ ഫോമിന്റെ കൂടെ ചേർക്കാൻ പറ്റിയ ആൾ ആരാണ് ഇവിടെ? ഷീ ഹാസ് എ പെൻസിൽ. അപ്പൊ എല്ലാവരും മനസ്സിൽ പറഞ്ഞു വെക്കുക, ഹാസ് വരുന്നത് എപ്പോഴായിരിക്കും? സിംഗുലർ ഫോം വരുമ്പോൾ അല്ലെ?
സിംഗുലർ വന്നു കഴിഞ്ഞാൽ ഹാസ് ചേർക്കണം, പ്ലൂരൽ വന്നു കഴിഞ്ഞാൽ ഹാവ് ചേർക്കണം. കേട്ടോ, ഒരു പാട്ടാണ്, കേട്ടില്ലേ? സിംഗുലർ വന്നു കഴിഞ്ഞാൽ ഹാസ് ചേർക്കണം, പ്ലൂരൽ വന്നു കഴിഞ്ഞാൽ ഹാവ് ചേർക്കണം. കേട്ടോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ. ഇനി ചെയ്തിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഈ ഹാവിനെ ഹാസിനെ ഒക്കെ ഉപയോഗിക്കാം. ഹാവും ഹാസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ചെയ്തിട്ടുണ്ട് അല്ലെ, ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയും സൂസമ്മേ? ഞാൻ എന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. I have done my homework. I have done my homework അല്ലേ? ആ, അതാണ് അല്ലെ, ഞാൻ ചെയ്തിട്ടുണ്ട്, എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയും? ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, ആ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഖദീജ നമ്മൾ എങ്ങനെ പറയാം? ഖദീജ, സൂര്യ Yes, ma'am. പറഞ്ഞോളൂ മോളെ. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. I have seen that film. I have seen that film അല്ലെ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിലിം ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങള് അതൊക്കെ പറഞ്ഞോളൂ കേട്ടാ. ഏത് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ സിനിമയുടെ പേര് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ അത് ചേർത്ത് പറയാൻ പറ്റും. ഞാൻ ആവേശം ഫിലിം കണ്ടിട്ടുണ്ടെന്ന് എങ്ങനെ പറയാം? I have seen Avesham film. ആവേശം ഫിലിം. ഓക്കെ. ആ, ഇത് ധന്യ ഒന്ന് പറഞ്ഞു നോക്കിയ മോനെ ഇതൊന്ന്. അവൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. She have passed the test. ഷീ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗുലർ ആയിരിക്കുമ്പോൾ ഹാസ് വേണം, പ്ലൂറൽ ആവുമ്പോൾ ഹാവ് വേണം അല്ലേ പഠിച്ചത് നമ്മള് നേരത്തെ? വിനോയ്, ഞാൻ ചോദിക്കുന്നത് എപ്പോഴാണോ അപ്പൊ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. ഞാനിപ്പോ ധന്യയോടാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ധന്യ മാത്രം ഉത്തരം പറയുക. അവൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. ധന്യ കണ്ടിന്യൂ. She has passed the test. She has passed the test. അവൾ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. She has passed the test. ഇനി അവനവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പറയാം. ബിനോയ്ക്ക് അവസരം തന്നിരിക്കുന്നു. ബിനോയിന് പറഞ്ഞിട്ടെങ്കിലും ബിനോയ് പറഞ്ഞു നോക്കും. She has wrote a love letter. She has. ഷീ എന്ന് പറയുന്നത് ബിനോയ് എന്താണ്? സിംഗുലർ ആണ്. അപ്പോ നമുക്ക് ഹാവ് ചേർക്കാൻ പാടുണ്ടോ? മേഡം, ഞാൻ ഹാസ് എന്നാണ് പറഞ്ഞത്. ഹാസ് എന്നാണ്. ഷീ ഹാസ് wrote a letter. ഷീ ഹാസ് റോട്ട് എന്ന് പറയരുത് കേട്ടോ. അത് അവിടെ തെറ്റി അല്ലേ? അതാണ് ഞാൻ പറഞ്ഞു തരാം. V1, V2, V3. അതായത് റൈറ്റ് എഴുതുക, റോട്ട് എഴുതി, റിട്ടേൺ. റിട്ടേൺ അല്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഇത് വരണമെങ്കില് ആള് ചേർക്കണം, ഇവിടെ V3 ഫോം ചേർക്കണം അല്ലെ? അപ്പോ ഹാസിന്റെയും ഹാവിന്റെയും കൂടെ എപ്പോഴും ആര് കൂടി വരും? V3 ഫോം ഉണ്ടായിരിക്കണം. She has written a letter. She has written a letter.
ഓക്കെ, ഷി ഹാസ് റിട്ടൺ എ ലെറ്റർ. ഇനി എന്റെ പാരന്റ്സ് വന്നിട്ടുണ്ടെന്ന് എങ്ങനെയായിരിക്കും പറയാ ഷിൽജ? എന്റെ പാരന്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പാരന്റ്സ് മീറ്റിംഗ് നടക്കുകയാണ് അല്ലേ? ആ പാരന്റ്സ് മീറ്റിംഗ് നടക്കുമ്പോൾ ചോദിക്കുകയാണല്ലേ, ഷിൽജയുടെ പാരന്റ്സ് വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോ എന്ത് ഷിൽജ പറയണ്ട? ഷിൽജ എന്ത് മറുപടി പറയാൻ? ഷിൽജ ഷിൽജ രേവതി ഹലോ മാം. രേവതി ഒരു പാരന്റ്സ് മീറ്റിംഗ് നടക്കുന്നു നിങ്ങളുടെ സ്കൂളിൽ അല്ലെ? സ്കൂളിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് രേവതി ചോദിച്ചു പാരന്റ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ രേവതി ഉത്തരം എന്താ പറയാ ഇംഗ്ലീഷില്? അവരോട് ഇംഗ്ലീഷിൽ മറുപടി പറയണം. മൈ പേരൻസ് ആർ. ആറൊന്നും വേണ്ടല്ലോ. മൈ പാരന്റ്സ് ഇവിടെ ആറൊന്നും ചേർക്കണത് ഈസ് ആറാണെന്ന് ചേർക്കണതൊക്കെ ഇവിടെ നിന്ന് വിട്ടോളൂ. നമുക്ക് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരെ കുറിച്ചാണ് ഇപ്പോ? ഹാവിനെ കുറിച്ചല്ലേ? അപ്പോ എന്ത് പറയണം? മൈ പാരന്റ്സ് ഹാവ് കമ്മിന്റെ V2 V3 ഒന്ന് പറഞ്ഞു നോക്കേ. കം വരിക അല്ലെ? വന്നു എന്നുള്ളതിന് എന്തെന്നാ രേവതി? കമ്മിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ബിനോയ് കംസ് തെറ്റല്ലേ ബിനോയ്? എന്താണ്? വെരി കറക്റ്റ് അല്ലേ? മൈ പാരന്റ്സ് ഹാവ് കെയിം അല്ലെ? എന്റെ പാരന്റ്സ് വന്നിട്ടുണ്ട് അല്ലെ? ചോദിച്ചു പാരന്റ്സ് മീറ്റിംഗിൽ നിന്റെ പാരന്റ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മൈ പാരന്റ്സ് ഹാവ് കെയിം. കമ്മിന്റേത് കമ്മ് കെയിം വീണ്ടും കം തന്നെയല്ലേ V3 ഫോം? കം കെയിം കം. ഓക്കെ, ഹാവ് കെയിം. മൈ പാരന്റ്സ് ഇല്ലാട്ടോ. നോക്ക് കം കെയിം കെയിം കേട്ടോ. കെയിം കെയിം കേട്ടോ. എനിക്ക് തെറ്റിപ്പോയി. വീട്ടിൽ പെട്ടെന്ന് ചോദിച്ചപ്പോ കം കെയിം കെയിം കേട്ടോ. വ്യത്യാസമില്ല കേട്ടോ. അപ്പൊ എന്ത് പറയുന്നത്? മൈ പാരന്റ്സ് ഹാവ് കെയിം അല്ലെ? എന്റെ പാരന്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് എഴുതാം കേട്ടോ. ഇനി നിങ്ങളോട് പറയുന്നത് എന്റെ ഫ്രണ്ട്സ് എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എങ്ങനെയാ പറയുന്നത്? എന്റെ ഫ്രണ്ട്സ് എന്നോടൊപ്പം വന്നിട്ടുണ്ട്. സൂര്യ എങ്ങനെ പറയും? സൂര്യ My friends. My friends have came with me. Have came with me. എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ശാന്തി മോളെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ശാന്തി മോൾ റോഷിനി റോഷിനി ഒരു എക്സാമ്പിള് മലയാളത്തിലൊന്ന് പറഞ്ഞേ റോഷിനി. ഒരു എക്സാമ്പിള് ഹാവ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിള് മലയാളത്തിലൊന്ന് പറഞ്ഞേ. ഞാൻ വേറെ ആർക്കുണ്ടെങ്കിലും അത് ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്യിച്ചോളാം. ഒരു എക്സാമ്പിള് പറയൂ. ചൂസമ്മ എയ്റ്റല്ല കേട്ടോ. 8 തെറ്റാണ് അവിടെ. ഓക്കെ മിസ്. ഈറ്റൺ ആണോ? ഈച്ചർ കേട്ടോ. ഓക്കെ മിസ്.
എന്നാ റോഷിനി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. അവരെല്ലാവരും കല്യാണത്തിന് പോയിട്ടുണ്ട് എന്നെങ്ങനെ പറയും? അവരെല്ലാവരും he has got a job. അവന് ജോലി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ്. അവരെല്ലാവരും കല്യാണത്തിന് വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ പോയിട്ടുണ്ടെന്നോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും ശാരികെ? ശാരികെ? യെസ് മാം. അവരെല്ലാവരും കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് എങ്ങനെ പറയും ശാരികെ? ദേ. പിന്നെ എന്താ ചേർക്കേണ്ടത് നമ്മള്? ഉണ്ട എന്നതിന് വന്ന ഏതാണ്? ഉണ്ട എന്ന് പറയുന്നത് ഏതാ? മാഡം റേഞ്ച് പോയായിരുന്നു. അതെ. റേഞ്ച് പിന്നെയും പോയാ? ഇല്ല മിസ്. കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം ഞാൻ? കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചേർക്കേണ്ടത്? മിസ് മലയാളം ഒന്നുകൂടെ പറയോ? അവരെല്ലാവരും കല്യാണത്തിന് വന്നിട്ടുണ്ട്. കിട്ടുന്നില്ല മിസ്. ഞാൻ പറയട്ടെ? ഓക്കെ. ഞാൻ അടുത്ത ആളെ കൊണ്ട് പറയിപ്പിച്ചോളാം കേട്ടോ. ഞാൻ പറയട്ടെ? ഗതീശ പറഞ്ഞോളൂ. They all have came the marriage. Came the marriage. No, ma'am. Came the marriage. They have came. അവരെല്ലാവരും വേണ്ട മാം. They all വേണ്ട. അപ്പൊ they all have came the marriage. Came the marriage. അല്ലേ? Okay. They all have came the marriage. Okay. ഓരോ കയ്യിലും 5 വിരലുകളുണ്ട്. ഓരോ കയ്യിലും. അപ്പൊ എന്ത് കൊടുക്കണം? ഓരോ എന്നുള്ളതിന് ഞാൻ ഒരു വാക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? ഞാൻ ഹാൻഡ് എന്ന് ചേർക്കണോ ഹാൻഡ്സ് എന്ന് ചേർക്കണോ? ഓരോ കയ്യ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓരോ കൈ എന്ന് പറയുമ്പോൾ എന്തെന്ന് ചേർക്കാൻ പാടുള്ളൂ? ഹാൻഡ് അല്ലെ? ഈച്ച് ഹാൻഡ് എത്ര പേര് ഹാവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? വർഷ ആരാണ് സപ്പോർട്ട് ചെയ്തത്? ചോദി സിന്ധു ഹാഡ്, സസീന ഹാഡ്, വിനോയ്, ധന്യ ഹാസ്, മേഘ ഹാസ്. ഇപ്പോ മിക്കവരും എഴുതിയേക്കണത് ഹാസ് എന്ന ഉത്തരം ശരി ഉത്തരം തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഹാസ് വരാൻ കാരണം എന്താണെന്ന് അറിയോ? എന്തോ ഫസീല?
യെസ് ടീച്ചർ. എന്തുകൊണ്ടാണ് ഹാസ് വന്നത്? സിംഗുലർ ആയതുകൊണ്ടല്ലേ? ആ, ഓരോ കൈയും എന്നാ പറഞ്ഞത് അല്ലെ? ഓരോ കൈ അപ്പൊ അതുകൊണ്ടാണ് ഓരോ കൈ എന്ന് പറയുമ്പോ ഒരെണ്ണല്ലേ അവിടെ ഉള്ളൂ. ഉള്ളു. ഓരോന്നിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈച്ച് ഹാൻഡ് ഹാസ് അല്ലെ? എന്തുകൊണ്ട്? ഈച്ച് ഹാൻഡ് ഹാസ് 5 fingers. 5 fingers. ഓക്കെ ഇല്ലേ? അടുത്തത് കേട്ടോ. എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ വന്നിട്ടുണ്ട്. എങ്ങനെ പറയും? എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ വന്നിട്ടുണ്ട് അല്ലെ? നമ്മൾ നേരത്തെ ഓരോരുത്തരും എന്നുള്ള അർത്ഥത്തിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഓരോരുത്തരും എന്നുള്ളത് വരാനായിട്ട് അങ്ങനെ പറയാൻ ചേർക്കുന്നത് അതെ ഖദീജ. ഓക്കെ ഞാൻ സമ്മതിച്ചു. ഓരോരുത്തരും എന്നുള്ളതിന് നമ്മള് ഏത് വേർഡാണ് പഠിച്ചേക്കണമായ? നമ്മള് നെയ്തറിനൊക്കെ പഠിച്ചില്ലേ? ഈച്ച് എന്നൊക്കെ പഠിച്ചത് ഓർക്കണില്ലേ? അതൊക്കെ മറന്നോ? ഓരോന്നും ഓരോരുത്തരെന്നൊക്കെ പഠിച്ചതൊക്കെ മറന്നു. അതൊക്കെ അല്ലെ പഠിപ്പിച്ചതൊക്കെ മറന്നു. അല്ല ഖദീജയൊക്കെ പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താണ്? ഒരാൾ വന്നു അല്ലെ? എന്റെ സുഹൃത്തുക്കൾ ഒരാൾ. ആ ഒരാളെ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് എന്താണ്? സുഹൃത്തുക്കളിൽ ഒരാൾ എന്നാ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചേർക്കാം? വൺ ഓഫ് ചേർക്കാം. സുഹൃത്തുക്കളിൽ ഒരാൾ മാത്രം അല്ലെ? അല്ലേ മായ? അങ്ങനെ അപ്പൊ ഓക്കെ. അപ്പൊ പറഞ്ഞായിരുന്നു അല്ലെ? വൺ ഓഫ് മൈ ആരാ? ഫ്രണ്ട് ആണോ ഫ്രണ്ട്സ് ആണോ ഞാൻ എഴുതേണ്ടത്? ഫ്രണ്ട്സ്. എന്തായാലും ഞാൻ ഓക്കെ ഫ്രണ്ട്സ്. അവരൊക്കെ മ്യൂട്ട് ചെയ്തോട്ടെ. പറഞ്ഞവരൊക്കെ മ്യൂട്ട് ചെയ്യണം കേട്ടോ. വേഗം. എന്താ എഴുതണം ഞാൻ? ജോബി മോളെ, എന്റെ കൂട്ടുകാരിലാണ് അല്ലേ? അപ്പൊ ജോബി മോളെ ഞാൻ ഫ്രണ്ട് എന്ന് എഴുതണോ ഫ്രണ്ട്സ് എന്ന് എഴുതണോ? വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് എഴുതണോ? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്റെ കൂട്ടുകാരിൽ ഒരാളല്ലേ എന്ത് ചെയ്തിട്ടുണ്ട്? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഹാസ് കം അല്ലേ? ഓക്കെ. ഓക്കെ ഇല്ലേ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെന്റൻസ് വെച്ചിട്ട് ഉണ്ടാക്കിക്കോളൂ. സ്റ്റെഫി ടോണി പറഞ്ഞോളൂ ഒരു സെന്റൻസ്. സ്റ്റെഫി ടോണി. എന്നാ തസ്നീം പറയേ. തസ്നീം. അവരിൽ ഒരാൾ എന്റെ കൂടെ വന്നു. അവരിൽ ഒരാൾ എന്റെ കൂടെ വന്നു. അല്ല, അവരിൽ ഒരാൾ എന്റെ കൂടെ വന്നു എന്നല്ലേ? അവരിൽ ഒരാൾ. One of them.
കറക്റ്റ് ആണ് ബിനോയ്. എന്റെ കൂടെ വന്നു എങ്ങനെ എഴുതും? One of them came with me. വന്നു അല്ലേ? അവരിൽ ഒരാൾ എന്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ എഴുതും മായ? One of them have came with. One of them have came with me. One of them have came with me. എനിക്ക് എന്തോ ഒരു ഈ കെയിം എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, കമ്മാണോ കെയിമാണോ എന്ന് വല്ലതെന്ന്. അത് ശരിക്കും എനിക്ക് തെറ്റുപറ്റിയതാണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. V1 കമ്മല്ലേ? കമ്മാണ് ഇങ്ങനെയല്ലേ? ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കം കം അല്ലേ? അപ്പൊ ഹാസിന്റെ കൂടെ എന്ത് ചേർത്താ മതി? V3 കേട്ടോ. V3 ആയ കം ചേർത്താ മതി കേട്ടോ. കെയിം ചേർത്തത് V2 ആണ് കേട്ടോ. അത് V2 ഫോം ആണ് കേട്ടോ. One of them have come with me. One of them എന്ത് വരും? One of them have എന്ത് വരും? അപ്പൊ come with me, എന്റെ കൂടെ അവരിൽ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് വരും കേട്ടോ. One of them have come with me, ഒരാൾ വന്നിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ഒരു ഇത് പറഞ്ഞേ. രേവതിക്ക് പറയാൻ പറ്റുമോ നോക്കി ഒരെണ്ണം. ടീച്ചറെ, ഈ വൺ ഓഫ് ദം ഹാവ് കം വിത്ത് മീ എന്നുള്ളത് ഹാസ് അല്ലേ വരിക? വൺ ഓഫ് ദം പറയുമ്പോ അവരിൽ ഒരാൾ എന്നല്ലേ വരുന്നത്? അപ്പൊ ഹാസ് അല്ലേ വരുന്നുണ്ട്? ശരിയാണ് കേട്ടോ. ഓക്കെ, വൺ ഓഫ് ദം ഹാസ് കം വിത്ത് മീ. ഓക്കെ, വെരി കറക്റ്റ് കേട്ടോ. എന്നെ തിരുത്തി തന്നതിൽ നന്ദി. ഇത് എന്നെ തിരുത്തിയതില് നല്ല കൺഗ്രാറ്റുലേഷൻസ്. വൺ ഓഫ് ദം ഹാസ് കം വിത്ത് മീ. ഓക്കെ, കറക്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അല്ലേ? ആരാ പറഞ്ഞത് ഇപ്പോ? അത് ഫസീല. നന്നായി അല്ലേ? മനസ്സിലായി അല്ലേ? കാര്യം മനസ്സിലാക്കിയോന്നല്ലേ? അപ്പൊ വൺ ഓഫ് ദം ഹാസ് കം വിത്ത് മീ. അപ്പൊ ഞാൻ എനിക്ക് തെറ്റിയാലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാനുള്ള കേപ്പബിലിറ്റി കിട്ടി അല്ലേ? ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. We all have good days. ഇനി ബിനോയ്ക്കൊക്കെ ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ പോലും പറയാനില്ലേ ബിനോയ്? ഒരു എക്സാമ്പിൾ എങ്കിലും പറയാനില്ലേ ബിനോയ്ക്ക്? പെട്ടെന്ന് കിട്ടണില്ല. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്നെങ്ങനെ പറയും? നല്ല ദിവസം ആശംസിക്കുന്നു. അല്ലെങ്കിൽ ഒരു നല്ല ദിവസം ഉണ്ടാകട്ടെ, ഇന്നത്തെ ഒരു ദിവസം നല്ലതാവട്ടെ എന്നെങ്ങനെ ഒരാളോട് പറയും? ഇവിടെ ആൻസർ വന്നു കഴിഞ്ഞു. ഫസീലയും ഹമ്മർ ചോദ്യമൊക്കെ ഇട്ട് കഴിഞ്ഞു അല്ലേ? അതന്നെ, ഹാവ് എ നൈസ് ഡേ. നല്ലൊരു ദിവസം ആവട്ടെ അല്ലേ?
മാഡം ഹാവ് എ ഗുഡ് ഡേ എന്ന് ഞാൻ പറഞ്ഞല്ലോ മാഡം ആദ്യം. ഗുഡ് ഡേ എന്ന് പറഞ്ഞോ? ഓക്കെ, ഞാൻ കേട്ടില്ല, സോറി കേട്ടോ. അപ്പൊ ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വേർഡ് അല്ലെ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ലേ? ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെന്റൻസ് മേക്ക് ചെയ്യണം അല്ലേ? ഇനി അവൾ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. എന്നത് പറയും മായ. She has come to class today. Come to class today. Come to class today അല്ലേ? Yes. അല്ലെ, അവൾ ഇന്ന് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അല്ലെ? ഇനി മിസ് ഒരു ഡൗട്ട്, നമ്മള് ദാ ചേർക്കണ്ടേ? ഷീ ഹാസ് കം ടു ദ ക്ലാസ് അങ്ങനെ വേണ്ടേ? ദാ ചേർക്കണ്ടേ? കം ടു ദ ക്ലാസ് എന്നോ കം ടു ക്ലാസ് എന്നോ ചേർത്ത ദാ ചേർക്കുന്നത് ആ ക്ലാസ്സിനെ കുറിച്ച് സ്പെസിഫൈ എന്താണ് പ്രത്യേക ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ദാ ചേർക്കാം. ഇപ്പൊ ടീച്ചർ, എ ടീച്ചർ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ടീച്ചറാണ് എ ടീച്ചർ എന്ന് പറയുന്നത്. ദ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചറിനെ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ആ ടീച്ചർ, ആ ടീച്ചറിനെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു എന്താണ് ഡെഫിനറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ദാ എന്ന് നമുക്ക് ചേർക്കാം. ഓക്കെ, അത് കുഴപ്പമില്ല. ദാ ചേർത്തെന്ന് വെച്ചിട്ട് യാതൊരുവിധ പ്രോബ്ലം അവിടെ ഇല്ല കേട്ടോ സൂസമ്മ. ഇനി ഹാവ് വെച്ചിട്ട് അല്ലെ ഒരാളോട് ചോദിക്കുകയാണ്, നീ ചായ കുടിക്കുമോ അല്ലെ? നീ ചായ അല്ലെ, നിങ്ങൾക്ക് ചായ വേണോ എന്നെങ്ങനെ ചോദിക്കും? നീ ചായ വേണോന്ന് എങ്ങനെ ചോദിക്കും? ഫസീല, എങ്ങനെ ചായ വേണോന്ന് ചോദിക്കും? ചായ വേണോ എങ്ങനെ ചോദിക്കാം? ഡു യു ഹാവ് എ ടീ? അത് നമ്മള് ഈ ചായ കുടിക്കാറുണ്ടോ, കുടിക്കുമോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഡു യു ഹാവ് എ ടീ എന്ന് ചോദിക്കാം. ഇത് ചായ കുടിക്കൂ അല്ലെങ്കിൽ അങ്ങനെ പറയൂ. ചായ കുടിക്കൂന്നോ? നിങ്ങൾ ചായ കുടിക്കൂ അല്ലെങ്കിൽ ചായ കുടിക്കൂ. ഹാവ് സം ടീ അല്ലേ? ചായ എടുക്കട്ടെ എന്നൊക്കെ പറയൂലേ, ഹാവ് സം ടീ. അപ്പൊ അയാൾ എന്ത് ഉത്തരം പറയും? എനിക്ക് വേണമെങ്കിൽ എസ് എന്ന് പറയും, വേണ്ടെങ്കിൽ നോ എന്ന് പറയും അല്ലെ? ഹാവ് സം ടീ. അല്ലെങ്കിൽ എന്താണ് ഒരു ആപ്പിൾ കഴിക്കുന്ന എങ്ങനെ പറയും? ഇതല്ലേ ആപ്പിൾ അല്ലേ? ഹാവ് ആൻ ആപ്പിൾ. മനസ്സിലായോ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നെങ്കിലും ഇപ്പൊ നീ ചായ കുടിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? നീ ചായ കുടിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? നേരത്തെ ഫസീല ഒരു ഇത് പറഞ്ഞില്ലേ? ഫസീല പറഞ്ഞ ഓർക്കണുണ്ടോ? ഡു യു ഹാവ് ടീ അല്ലേ? നിങ്ങൾ ചായ കുടിക്കാറുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് അല്ലെ? ഇനി നീ ചായ കുടിച്ചോ എന്ന് എങ്ങനെ ചോദിക്കും? ഹാവ് യു ഹാഡ് എ ടീ? ഹാവ് യു ഹാഡ് എ ടീ അത് വളരെ സന്ദർഭങ്ങളുണ്ട്, ഇല്ലെന്നില്ല, അത് പറയാം. അപ്പൊ എന്താ പറയുക, ഈ ഡു എന്താണ്? ഇത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഈ ചായ കുടിക്കാറുണ്ടോ, നീ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാറുണ്ടോ,
ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഡു എന്നത് വെച്ച് തുടങ്ങാം അല്ലെ. നീ കഴിച്ചോ എന്ന് ചോദിക്കാനാണെങ്കിൽ എന്ത് ചേർക്കണം? നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കാനായിട്ട് എന്താ കഴിഞ്ഞ സംഭവമാണ് അല്ലെ. കഴിഞ്ഞപ്പോ ഡിഡ് യു ഹാവ് ടീ അല്ലെ. നീ ചായ കുടിച്ചോ എന്ന് ചോദിച്ചു അല്ലെ. നീ ചായ കുടിച്ചോ എന്ന് ചോദിച്ചപ്പോ എന്ത് ചേർത്തു? ഡിഡ് യു ഹാവ് ടീ. ഓക്കെ ആയോ? ഓക്കെ ആണോ? മാഡം ഹാവ് യു ഡ്രിങ്ക് ടീ എന്ന് പറയാമോ? ഹാവ് യു ഡ്രിങ്ക് ടീ എന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഹാവ് ഡ്രിങ്ക് എന്ന് ഉപയോഗിക്കും. ഹാവ് യു ഈറ്റ് എന്നൊക്കെ ഉപയോഗിക്കാണ്. ഹാവ് യു ഈറ്റ് ഫുഡ്. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് യു ഈറ്റ് ഫുഡ് എന്ന്. ഹാവ് യു ഡ്രിങ്ക് വേറൊരു ഡ്രിങ്ക് ചേർക്കേണ്ട ഡു യു ഡ്രിങ്ക് ടീ അങ്ങനെ ഡു യു ഡ്രിങ്ക് ടീ അല്ല. ഡു യു ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത് തെറ്റായ ഒരു ഇതാണ്. ഡു യു ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത് ഓൾറെഡി ഹാവ് ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. ഡു യു ഹാവ് ടീ എന്ന് എന്താണ് അത് മതി. അങ്ങനെ ചോദിക്കണമെന്നാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മറ്റേതെന്ന് വെച്ചാൽ ഒരു സാധാരണ നമുക്ക് വേറെ ഒരു കൊളോക്കിയലായിട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാന്നല്ലാതെ ഒരു ബെറ്റർ ഇംഗ്ലീഷ് എന്ന രീതിയിൽ എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഡു യു ഹാവ് ടീ എന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലൊരു ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ മിസ്. അതായത് ഹാവിന് കഴിക്കുക കുടിക്കുക എന്നൊക്കെ അർത്ഥമുള്ളത് കൊണ്ട് പിന്നീട് വീണ്ടും ആ ഈറ്റ് എന്ന് ഡ്രിങ്ക് എന്നുള്ള വേർഡ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നല്ല മിസ് ഉദ്ദേശിച്ചത്? ഡൂയിനെ കഴിക്കുക എന്നുള്ളൊരർത്ഥം ഡൂയിനില്ല. ഹാവിനാണ് എന്തർത്ഥമുള്ളത്? ഈ കഴിക്കുക ഭക്ഷിക്കുക എന്നുള്ള അർത്ഥമൊക്കെ വരുന്നത് ഹാവിനാണ്. ഡൂയിന് വരുന്ന അർത്ഥം എന്ന് വെച്ചാല് ഡൂ എന്ന് വെച്ചാൽ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഡു ഡസ് ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആ ഡു യു അപ്പൊ ചെയ്തോ ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആരുപയോഗിക്കാം? ഏത് വെർബ് വെച്ചിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് നമുക്ക് ആരുപയോഗിക്കാം? ഡു വെച്ച് നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? അത് നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡു എന്നത് തുടങ്ങുന്നത്. ഡു യു ഹാവ് എ ടീ എന്ന് ചോദിച്ചാൽ നീ എന്തെങ്കിലും നീ ചായ കുടിക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഉണ്ടോ, ചെയ്യാറുണ്ടോ, അങ്ങനെയൊക്കെ നീ ഭക്ഷിക്കാറുണ്ടോ, നീ മീൻ കൂട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ആര് ഉപയോഗിക്കാം? ഡൂവിനെ ഉപയോഗിക്കാം. മനസ്സിലായോ? ഓക്കെ മിസ്. കുറച്ചും കൂടി ഇതിനോട് പറഞ്ഞു തരേണ്ട വരും, എന്നാലാണ് അത് മനസ്സിലാവുള്ളൂ. കുറച്ചും കൂടി പറയേണ്ട വരും. അത് ഡിഡിന്റെ പ്രയോഗം അങ്ങനെയാണ്. ഇനിയിപ്പോ ഈ ഡൂവിന്റെ കൂടെ തന്നെ നമ്മള് ഡൂ ചേർക്കേണ്ട വേറൊരു സന്ദർഭം വരും. അത് ചെയ്യുക എന്നർത്ഥം വരുന്നതും ക്വസ്റ്റ്യൻ വേർഡ് വരുന്നതുമായിട്ടുള്ള ഇപ്പൊ ഹാവ് യു ഹാഡ് എ എന്നൊക്കെ പറഞ്ഞില്ലേ? രണ്ട് ഹാഡ് വന്നുള്ള പ്രയോഗങ്ങളുണ്ട്. അതേപോലെ ഡു വന്ന പ്രയോഗങ്ങളൊക്കെ ഇംഗ്ലീഷിലുള്ളതാണ്. അതൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ വരുന്ന സന്ദർഭങ്ങളിൽ പലതുണ്ട്. അങ്ങനെ അപ്പോ ഇവിടെ ഡു എന്ന് പറയുന്നത് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് ആരുപയോഗിക്കാം? ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ആരുപയോഗിക്കാം? ഉപയോഗിക്കാം. ഡുവോ ഡിഡോ നമുക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എന്തെങ്കിലും ചെയ്യാനുണ്ടോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ആരുപയോഗിക്കാം? ഈ ഡൂവിനെ ഉപയോഗിക്കാം. എന്നാൽ ചെയ്തു കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ആരുപയോഗിക്കാം? ഡിഡിനെയും ഉപയോഗിക്കാം. മനസ്സിലായോ? എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഉപയോഗിക്കാം. ഇനി ചെയ്തു കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട് ആരുപയോഗിക്കാം? ഡിഡ് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പോ നമ്മൾ ഭക്ഷിക്കാനുണ്ടോ, അല്ലെങ്കിൽ നീ ചായ കുടിക്കാനുണ്ടോ, അല്ലെങ്കിൽ
നിങ്ങൾക്ക് കൂടി ചായ അല്ലേ പറയട്ടെ, അല്ലെങ്കിൽ ഹാവ് യു ടീ, നിങ്ങൾക്ക് ചായ വേണോ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ? അപ്പൊ ഹാവ് യു ടീ അല്ലേ, നിങ്ങൾക്ക് ചായ വേണോ? അപ്പൊ യെസ് അല്ലേ, ഐ ഹാവ് ടീ അല്ലേ. ഇനി നീ ചായ എന്താണ്, നീ ചായ കുടിച്ചോ എന്നാണെങ്കിൽ എങ്ങനെ ചോദിക്കണം? എങ്ങനെയാ ചോദിക്കേണ്ടത്? Did you? Did you have tea അല്ലേ? നിനക്ക് ചായ വേണോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ്, നീ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേടിച്ചു കൊടുക്കാം അല്ലേ. കുടിച്ചു കഴിഞ്ഞാല് അയാൾ പറയാൻ എനിക്ക് ആവശ്യമില്ല, ഞാൻ ചായ കുടിച്ചു എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ഐ ഹാവ് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഐ ഹാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അയാള്, ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അയാള് പറയുകയും ചെയ്യും അല്ലെ, ആവശ്യമില്ല. അപ്പൊ നീ എന്താണ്, നീ മീൻ കഴിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? നീ മീൻ കഴിക്കാറുണ്ടോ? Do you have? Do you have? 8 വേണോ മാം? 8 fish. Do you have fish? എന്നേ വരുള്ളൂ. 8 fish. അപ്പൊ അവിടെ എന്താണ്, Do you have? അല്ലെ, ഇച്ചണല്ലേ വരുള്ളൂ. ഡു യു ഹാവ്? അത് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Okay ma'am. അത് തന്നെയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പൊ Do you eat fish? ഡു യു ഈറ്റ് ഫിഷ്, അത് കറക്റ്റ് ആണ്. ഡു യു ഈറ്റ് ഫിഷ്. അപ്പൊ നീ എന്താണ് മീൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കാം അല്ലെ. നീ അല്ലെങ്കിൽ നീ എന്താണ് ഈ അരി കഴിക്കാറുണ്ടോ? ഈ അരി അല്ലെ കഴിക്കാറുണ്ട്. ചിലര് പല പല എന്താണ് ചിലപ്പോ വൈറ്റ് റൈസ് ആയിരിക്കും കഴിക്കുന്നത്, ചിലപ്പോ അല്ലെങ്കിൽ റെഡ് കളറിലെ ആ റൈസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ചോദിക്കാം ഇത് കഴിക്കാറുണ്ടോ, അല്ലെങ്കിൽ നീ ബിരിയാണി കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണെങ്കിൽ എന്ത് പറയാം? ഡു ഈറ്റ് ബിരിയാണി, നീ ബിരിയാണി കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവര് അതിന് ഒപ്പിച്ചൊരു ഇത് തരും അല്ലെ. നീ ബിരിയാണി കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കും? അപ്പൊ ഡിഡ് യു എന്ന് ചേർക്കണം. ഡിഡ് യു ഈറ്റ് ബിരിയാണി, നീ ബിരിയാണി കഴിച്ചോ, അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് ബിരിയാണി അല്ലെ, നീ ബിരിയാണി കഴിച്ചോ എന്നാ ചോദിച്ചത്. അപ്പൊ അയാൾ പറയുന്നതാണ് കഴിച്ചു അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഇതേ കുറച്ചുകൂടി എക്സാമ്പിൾസോടുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ആർക്കില്ല? മിസ്സേ, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, നിങ്ങൾ എന്താണ് ഊണ് കഴിച്ചു കഴിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കൂലേ? അപ്പൊ അത് കറക്റ്റ് ആണോ ഫോം? അങ്ങനെ ചോദിക്കുമോ മാം? അത് കറക്റ്റ് ആണോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഞാൻ പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു, അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയൂലേ, ആ ഒരു ഇത് അത് ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊരു കറക്റ്റ് ഫോമിൽ ചേർക്കുന്നതാണോ ചോദിച്ചാൽ ഒരു ഇതില് ചേർക്കുന്നതാണ്. അങ്ങനെ ചേർക്കുന്ന ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ തന്നെയുണ്ട്, ഹാഡ് പ്രയോഗങ്ങളൊക്കെ. അപ്പോ ഹാവ് ഹാഡ് പ്രയോഗങ്ങളുണ്ട്, ഹാവ് ആൻഡ് ഹാഡ് പ്രയോഗങ്ങളും ഹാഡ് പ്രയോഗങ്ങളും ഡു ഡിഡ് പ്രയോഗങ്ങളും ഉള്ളതാണ്. അപ്പോ അവിടെ വരുന്നത് ഹാവ് എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻ ആയിട്ടും ഹാഡ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥവുമായിട്ടാണ് അവിടെ വരുന്നത്. ഇപ്പൊ നമ്മള് ഈ ഹാവിന്റെ അർത്ഥവും ഹാഡിന്റെ അർത്ഥവും കൂടി കൂട്ടിച്ചേർത്തിട്ടല്ല വരുന്നത്. ഹാവ് എന്നത് ക്വസ്റ്റ്യന്റെ ഇതായിട്ടും ഹാഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഉണ്ടായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു സംഭവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഹാഡും ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. അടുത്ത ക്ലാസ് ഉണ്ട് കേട്ടോ.